നമസ്കാരം. ഡൽഹിയിൽ ഈ ഫെബ്രുവരി മാസം 5-ാം തീയതി നടക്കാൻ പോകുന്നത് കേവലം ഡൽഹി നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പല്ല. അവിടെ എഴുതപ്പെടാൻ പോകുന്നത് കോൺഗ്രസിൻ്റെ രാജ്യത്തെ ഭാവി കൂടിയാണ്. തെളിവുകളുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് വളരെ അതീശത്വത്തോടു കൂടി പറയുന്നു, ഞങ്ങൾ ഒരു BJP NDA മുന്നണിയെ ഇവിടെ തകർക്കാൻ പറ്റുന്ന ശക്തിയായി വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ നമുക്കറിയാവുന്ന പോലെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള യാത്രകൾ സംഘടിപ്പിക്കുന്നു. രാഹുൽ ഗാന്ധി എന്തോ അപ്രതിരോധ്യനായ ഒരു നേതാവായി വാഴ്ത്തപ്പെടുന്ന ഒരു കാലം. അതാണ് കോൺഗ്രസിൻ്റെ കാലം, പുതിയ കാലം. മല്ലികാർജുൻ ഖാർഗെ വന്ന് തല മാറിയപ്പോൾ എല്ലാവരും കരുതി തലമുറ തന്നെ മാറിക്കളയും, അല്ലെങ്കിൽ ഇതിൻ്റെ ഭാവി തന്നെ കോൺഗ്രസിൻ്റെ മാറ്റിക്കളയും എന്ന് ചിന്തിച്ചു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ചെറിയ ചലനമുണ്ടാക്കി. ഇതുവരെ കഴിഞ്ഞ മന്ത്രിസഭാ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നാണക്കേട് മാറ്റി ഒരു പ്രതിപക്ഷ നേതാവ് വന്നു എന്നതിനപ്പുറത്തേക്ക് യാതൊരു ചലനം ഉണ്ടാക്കിയെടുക്കാൻ സത്യത്തിൽ രാഹുൽ ഗാന്ധിക്കോ കോൺഗ്രസ് പാർട്ടിക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് മറ്റൊന്നും കൊണ്ടല്ല. ഈ കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു നേട്ടത്തിൽ അഹങ്കാരം പിടിച്ച കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരെല്ലാം ഇപ്പോൾ വീണ്ടും വീണ്ടും തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരിക്കൽ പോലും ഡൽഹിയിൽ കോൺഗ്രസ് കാല് കുത്തില്ല എന്ന് തന്നെയാണ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത്. കഴിഞ്ഞ, അതായത് 2020 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ വോട്ട് ശതമാനം എത്രയെന്ന് കേട്ടാൽ നിങ്ങൾ ചിരിച്ചു പോകും. വെറും 4.25% മാത്രം, അതായത് 4.25% മാത്രമാണ് ഈ പറയുന്ന മണ്ഡലങ്ങളിൽ നിന്ന് എല്ലാം കൂടി നേടിയെടുത്തത് എന്ന് നമുക്ക് പറയേണ്ടി വരും. 63 മണ്ഡലങ്ങളിൽ മത്സരിച്ചു കോൺഗ്രസ്. അതിൽ ഇവിടെ ആകെ ലഭിച്ച 66 മണ്ഡലത്തിൽ മത്സരിച്ചു. അതിൽ 63 മണ്ഡലങ്ങളിൽ കെട്ടിവെച്ച കാശ് പോലും കോൺഗ്രസിന് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അതിൽ എന്തെങ്കിലും അത്ഭുതപ്പെടാനുണ്ടോ? അത് നമ്മൾ ആലോചിച്ച് നോക്കണം. ഇപ്പോൾ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ ആം ആദ്മി പാർട്ടിയായിട്ട് കൂടി നിന്നുകൊണ്ട് മത്സരിച്ചപ്പോൾ ഏകദേശം അവർ നേടിയത് 19% വോട്ട് നിലയാണ് ഉണ്ടായത്. അതായത് ആം ആദ്മി പാർട്ടി 24%, ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടി 19% ചേർന്ന് ആകെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 43%, മൊത്തം 7 സീറ്റിൽ ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് മത്സരിച്ചു. അതായത് 4 സീറ്റ് AAPയും 3 കോൺഗ്രസിനും എന്നുള്ള കണക്കിൽ ഈ രീതിയിൽ മത്സരിച്ചപ്പോൾ അവിടെ വെറും 43%-ൽ 24% ആം ആദ്മി പാർട്ടിയുടെ സീറ്റായിരുന്നു, അല്ലെങ്കിൽ വോട്ടായിരുന്നു. ആലോചിച്ച് നോക്കണം. കോൺഗ്രസിനുണ്ടാകുന്ന അപജയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് നോക്കണം. ആകെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2020 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി ആകെ 3,95,958 വോട്ടുകൾ മാത്രമാണ് നേടിയത്. ഞെട്ടിപ്പോകും. കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സമയത്ത് രാജ്യം ഭരിച്ചിരുന്ന ഒരു പാർട്ടി കഴിഞ്ഞ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വോട്ടുകളാണ് വെറും 3,95,958 വോട്ടുകൾ. അതായത് 4 ലക്ഷം വോട്ടുകൾ പോലും ആകെ കടന്നിട്ടില്ല എന്നർത്ഥം. ആ സമയത്ത് ആം ആദ്മി പാർട്ടി നേടിയത് 49 ലക്ഷം വോട്ടുകളായിരുന്നു. ആം ആദ്മി പാർട്ടിക്ക് മാത്രമായി കിട്ടിയത്. എന്തുകൊണ്ട് സംഭവിച്ചു നമുക്കറിയാം. അഴിമതി വിരുദ്ധത മുഖമുദ്രയാക്കിക്കൊണ്ട് അണ്ണാ ഹസാരെ നടത്തിയ സമരങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ അന്ന് കോൺഗ്രസ് ഇവിടെ നടത്തിക്കൊണ്ടിരുന്ന അരാജകത്വ 2G സ്പെക്ട്രം അഴിമതി അടക്കമുള്ള രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അഴിമതി കഥകൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു പാർട്ടിയെ എങ്ങനെയെങ്കിലും ചവിട്ടി പുറത്താക്കണമെന്നുള്ള ജനങ്ങളുടെ ആഗ്രഹമായിരുന്നു അത്. അങ്ങനെ വന്നപ്പോൾ കോൺഗ്രസ് പാർട്ടി ഏറ്റവും അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന പാർട്ടിയാണെന്ന് ഡൽഹിയിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ അഴിമതിരഹിതമായ ഒരു ഭരണം ഇവിടെ ഉണ്ടാകണം, സംസ്ഥാനത്ത് ഉണ്ടാകണം എന്നുള്ള അവസ്ഥയിൽ അന്ന് ഷീലാ ദീക്ഷിത് എന്ന് പറയുന്ന നേതാവ് നിഷ്കാസനം ചെയ്യപ്പെട്ടു. അന്ന് ആം ആദ്മി പാർട്ടി വിജയിക്കുകയും ചെയ്തു 49 ലക്ഷം വോട്ടുകളുടെ. ഇന്ന് കോൺഗ്രസ് പാർട്ടി തകർക്കണം എന്ന് പറഞ്ഞു നടക്കുന്ന BJP അന്ന് നേടിയത് 35 ലക്ഷം വോട്ടുകളാണ്. 35 ലക്ഷം വോട്ടുകൾ അന്ന് BJP നേടുകയും ചെയ്തു. അങ്ങനെ ഡൽഹി നിയമസഭയിലെ 2ാം കക്ഷിയായി BJP മാറുകയും ചെയ്തു. എന്നാൽ ഇവിടെയൊന്നും നമുക്കറിയാവുന്ന പോലെ കോൺഗ്രസിൻ്റെ പേര് പോലും ഉയർന്നു കേട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ അവിടെ ചർച്ചകൾ നടക്കുമ്പോൾ എങ്ങും കോൺഗ്രസ് ഇല്ല. കോൺഗ്രസ് ജയിക്കുമോ അറിയില്ല. അതിന് പ്രധാന കാരണം എന്താണ്? ഇന്ത്യ മുന്നണിയിലെ പ്രബല കക്ഷികളുണ്ടായിരുന്നു. തൃണമൂൽ കോൺഗ്രസും SP-യും സമാജ്വാദി പാർട്ടിയും. അവർക്കൊക്കെ എന്ത് സംഭവിച്ചു? അവരൊക്കെ ആം ആദ്മി പാർട്ടിയായിട്ട് കൂടിച്ചേർന്നു. കാര്യം എന്താ? കോൺഗ്രസിനെ വിശ്വസിച്ചുകൊണ്ട് ഇനി ഒരു ഇഞ്ചും നീങ്ങാൻ കഴിയില്ല എന്നുള്ള ദൃഢനിശ്ചയം അല്ലെങ്കിൽ വിശ്വാസം.
അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ അവരെല്ലാം കൂടി ചേർന്നിട്ട് അഖിലേഷ് യാദവ് അടക്കം തൃണമൂൽ കോൺഗ്രസിന്റെ മമതാ ബാനർജി അടക്കം ആം ആദ്മി പാർട്ടിയോടൊപ്പം അവിടെ മത്സരിക്കുന്നത്. ആ ഒരു മുന്നണി എന്നുള്ള നിലയിൽ മത്സരിക്കുന്നു. അവരവിടെ ചേർന്നു. കോൺഗ്രസ് പാർട്ടി നിലംപരിശായി പോയി. ഒരു കാലത്ത് രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന ഒരു പാർട്ടിയുടെ ഗതികേട് ആലോചിച്ച് നോക്കുക. ആരാണ് ഇതിന് ഉത്തരവാദി? നേതാക്കന്മാർ തന്നെയാണ് ഇതിൻ്റെ ഉത്തരവാദി എന്ന് പറയേണ്ടി വരും. നേതാക്കന്മാർ തന്നെയാണ് ഉത്തരവാദികൾ. ഇതിനുള്ളിൽ രാഹുൽ ഗാന്ധിക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? ഇവിടെ വന്ന് വയനാട്ടിൽ വന്ന് ഇന്ന് മത്സരിച്ച് മൃഗീയ ഭൂരിപക്ഷത്തിൽ ജയിച്ചുകൊണ്ട് പോയിട്ട് അവിടുത്തെ ജനങ്ങളെ വഞ്ചിച്ചതല്ലേ? ഇത്തവണ അവിടെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് പോയി. ഇതൊക്കെയാണ്. എന്നിട്ട് ഈ പറയുന്ന പോലെ വെല്ലുവിളിക്കാൻ വലിയ സമർത്ഥനാണ്. അതോടൊപ്പം തന്നെ ഭരണഘടന ഉയർത്തിക്കാട്ടിക്കൊണ്ട് പ്രസംഗിക്കാനൊക്കെ മിടുക്കനാണ്. പക്ഷേ ഒരു നേതൃപദവിയിൽ ഇരുന്നു കൊണ്ട് ചെയ്യേണ്ട കാര്യം ഒരു ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ആ ഹൈക്കമാൻഡിനെയൊക്കെ തൃണവത്ഗണിക്കുന്ന സമീപനങ്ങൾ കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കന്മാർക്കിടയിൽ, ലോക്കൽ നേതാക്കന്മാർക്കിടയിൽ ഉണ്ടാകുന്നു, സംസ്ഥാന നേതാക്കന്മാർക്കിടയിൽ. അത് തന്നെ ഹരിയാനയിൽ സംഭവിച്ചു, മഹാരാഷ്ട്രയിൽ സംഭവിക്കുന്നു, ഇനിയിപ്പോൾ ഡൽഹിയിൽ സംഭവിക്കാൻ പോകുന്നു. അപ്പോൾ കോൺഗ്രസ് പാർട്ടി മുന്നിൽ നിന്ന് നയിക്കുന്ന ഇന്ത്യ മുന്നണി തകർന്നു എന്ന് തന്നെ പറയുന്നതാണ് യാഥാർത്ഥ്യം. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പോട് കൂടി സംഭവിക്കാൻ പോകുന്നത് കോൺഗ്രസ് പാർട്ടി ഇവിടെ ഇല്ലാതെയാകുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഡൽഹിയിൽ അപ്രസക്തമായ ഒരു പാർട്ടിയായി കോൺഗ്രസ് അവശേഷിക്കും. വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ നേടിയതൊന്നും ഒരു വലിയ വിജയമേ അല്ല, അല്ലെങ്കിൽ ഇത്തവണ ഉണ്ടായതൊന്നും ഒരു നേട്ടമേ അല്ല. കാര്യം എന്താ? ഇതിന് വലിയൊരു കോട്ടത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തിരുന്നു, ഇങ്ങനെ തമ്മിലടിക്കുന്ന പാർട്ടി നേതാക്കന്മാരുമായി ഇന്ത്യ മുന്നണി അധികാരത്തിൽ കയറിയിരുന്നതിലുള്ള അവസ്ഥയെക്കുറിച്ച് നമ്മളൊക്കെ ചിന്തിച്ച് നോക്കണം. അപ്പോൾ എന്ന് പറയുന്ന പോലെയാണ്. എന്തായിരുന്നാലും ഈ ഡൽഹി തെരഞ്ഞെടുപ്പോടുകൂടി ഇപ്പം ഡൽഹിയിൽ ആരും സംസാരിക്കുന്നില്ല കോൺഗ്രസിനെ കുറിച്ച്. കാര്യം കോൺഗ്രസിനെ കുറിച്ച് സംസാരിച്ചിട്ട് എന്ത് വിശേഷം? അവിടെ BJPയും ആം ആദ്മി പാർട്ടിയും തമ്മിലാണ് പ്രധാന മത്സരം നടക്കുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് ഇനിയിപ്പോൾ ഈ പറയുന്ന കോൺഗ്രസിനെ കുറിച്ച് അവിടെ സംസാരിക്കുന്നതിൽ കാര്യമില്ല. പ്യാരി ദീദി പദ്ധതിയൊക്കെ നടപ്പിലാക്കുമെന്നൊക്കെ വലിയവായി പ്രഖ്യാപനം നടത്തുകയാണ് ചെയ്യുന്നത്. പക്ഷെ അതുകൊണ്ടൊന്നും ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയില്ല. കാര്യം ഈ പറയുന്ന അധികാര വടംവലിക്ക് വേണ്ടി കോൺഗ്രസ് പാർട്ടി എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുണ്ട്, അതിപ്പോഴും ശ്രമിക്കുന്നുണ്ട്. ഇത് സ്വന്തം പാർട്ടിയിലുള്ള നേതാക്കന്മാരെ അല്ലെങ്കിൽ സ്വന്തം പാർട്ടി മുന്നണിയിൽ നിൽക്കുന്നവരെ എങ്ങനെ ഭിന്നിപ്പിക്കാം എന്നുള്ളതാണ് കോൺഗ്രസ് പാർട്ടിയിലെ പല നേതാക്കന്മാരും ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡൽഹി തെരഞ്ഞെടുപ്പോടുകൂടി കോൺഗ്രസിൻ്റെ ചരമ കോളം എഴുതേണ്ടി വരുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്.